ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 സവാള, 1 തക്കാളി, കുറച്ച് മല്ലിയില. ഇത് നന്നായി പേസ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ചിക്കൻ്റെ ഓരോ പീസുകളും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ നിന്ന് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത് പേസ്റ്റാക്കി വെച്ചിട്ടില്ലായിരുന്നോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ തന്നെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റോളം അടിച്ചു വെച്ച് വേവിക്കുക. മീഡിയം സിമ്മിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തുറന്ന് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ചിക്കൻ കറിയിലും ബീഫ് കറിയിലൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ അങ്ങനെ മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതും ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.